ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അർമാൻഡോ മക്കിയ എന്ന അർജന്റീനിയൻ ചെറുകഥാകൃത്തിനെ കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയത് മാതൃഭൂമിയിലെ സുഭാഷ് ചന്ദ്രനാണ്. അർമാൻഡോ മക്കിയ എഴുതിയ അതിമനോഹരമായ ഒരു ചെറുകഥയുണ്ട്. വെറും 10 വാക്യങ്ങളിൽ ഒതുക്കാവുന്ന ഒരു ചെറുകഥ. അതിപ്രകാരമാണ്. ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അയാൾ കണ്ടത്, റോഡിനപ്പുറത്തുള്ള വീടിൻ്റെ 1-ാം നിലയിൽ നിന്ന് ഒരു കുഞ്ഞ് തൻ്റെ നേർക്ക് നോക്കുന്നു. തൻ്റെ കൈവിരൽ ഒരു തോക്കുപോലെയാക്കി അവൻ തൻ്റെ നേർക്ക് നിറയൊഴിക്കുന്നു. കുഞ്ഞിനോടുള്ള സ്നേഹത്തെ പ്രതി അയാൾ വെടിയേറ്റതായി അഭിനയിച്ചു. ഇത് പല ദിവസങ്ങളിലും തുടർന്നു. ഒരു ദിവസം തൻ്റെ ബസ് വൈകുമെന്ന് കണ്ടപ്പോൾ അയാൾ തിരിച്ച് തൻ്റെ കൈകളെ തോക്കുപോലെയാക്കി ആ കുഞ്ഞിന് നേർക്ക് വെടിവെച്ചു. കുഞ്ഞ് വെടിയേറ്റ് ജനലയ്ക്കൽ നിന്ന് റോഡിലേക്ക് നിലംപതിച്ചു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞിനടുത്തേക്ക് അയാൾ ഓടിയെത്തി. അയാൾ പറഞ്ഞു, എന്നും നീ എൻ്റെ നേർക്ക് ചൂണ്ടിയതുപോലെയാണല്ലോ ഞാൻ ഇന്ന് നിന്റെ നേർക്ക് ചൂണ്ടിയത്. പിന്നെ എങ്ങനെയാണ് നിനക്ക് മുറിവേറ്റത്? ആ കുഞ്ഞു പറഞ്ഞു, നിങ്ങൾക്ക് നേർക്ക് തോക്ക് ചൂണ്ടിയപ്പോൾ ഒരിക്കലും നിങ്ങളെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, മുതിർന്നവരെന്ന് ഭാവിക്കുന്നവർ, നടിക്കുന്നവർ, അവർ നൽകുന്ന നോക്കുകളും വാക്കുകളും എന്തുമാത്രം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഈ കൊച്ചു കഥ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും മുറിവേൽപ്പിക്കുന്നവരുടെ സമൃദ്ധിയാണ്. ഈ മുറിവേൽക്കലുകളുടെ ലോകത്ത് നിന്നുകൊണ്ട് എപ്രകാരമാണ് സഹനങ്ങളെ നോക്കിക്കാണേണ്ടതെന്നും എപ്രകാരമാണ് മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റേണ്ടതെന്നും ഈ ഉത്ഥാന തിരുനാൾ നമുക്ക് സൗമ്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ഉദ്ധിതനായ മിശിഹ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശീർവദിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ഉത്ഥാന തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ മുറിവുകളെക്കുറിച്ച് ധ്യാനിക്കാനാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഉദ്ധിതനായ മിശിഹ പിന്നീട് തനിക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം മുടങ്ങാതെ ചെയ്യുന്ന 2 കാര്യങ്ങളെ നാം കാണുന്നുണ്ട്. ഒന്ന്, അവൻ്റെ ഒരു ആശംസയാണ്, നിങ്ങൾക്ക് സമാധാനം. 2, അവൻ തൻ്റെ മുറിവുകളെ തൻ്റെ ശിഷ്യർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. തൻ്റെ തിരുമുറിവുകളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവർക്ക് വേണ്ടി താൻ ഏറ്റ പീഡകളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്താണ് സമാധാനം? ഈശോ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ജീവിതകാലം മുഴുവൻ അസമാധാനങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് അയാൾ. നേരിട്ട വിചാരണയെ നാം കാണുന്നുണ്ട്. വ്യാജമായ ആരോപണങ്ങൾക്ക് നടുവിൽ വളരെ കൃത്രിമമായ ഒരു വിചാരണ നേരിട്ട ഒരാളാണ്. അന്യായമായി വിധിക്കപ്പെട്ടവനാണ്, കുരിശിൽ തൂങ്ങപ്പെട്ടവനാണ്. പക്ഷെ അയാൾക്ക് ഉത്ഥാനശേഷം നൽകാനുള്ളത് സമാധാനത്തിൻ്റെ ആശംസകൾ മാത്രമാണ്. അവൻ പറഞ്ഞു, ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല. ലോകം നൽകുന്ന സമാധാനം ഒരു ഹസ്തദാനത്തിലാണ് പ്രതീകവൽക്കരിക്കപ്പെടുന്നത്. ശൂന്യമായ ഒരു കരം നീട്ടപ്പെടുമ്പോൾ ശൂന്യമായ ഒരു കരം അതിനോട് ചേരുന്നു. എൻ്റെയും നിൻ്റെയും പക്കൽ പരസ്പരം പ്രയോഗിക്കാൻ ആയുധങ്ങളില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകലാണ്. അതിനപ്പുറം അതിന് അർത്ഥങ്ങളില്ല. പക്ഷെ ക്രിസ്തു നൽകുന്ന സമാധാനത്തിന് അവൻ നമുക്ക് വേണ്ടി സഹിച്ച സകല വേദനകളുടെയും ഒരു പശ്ചാത്തലമുണ്ട്. നമുക്ക് വേണ്ടി മുറിവുകൾ ഏറ്റിട്ടാണ് അവൻ നമുക്ക് സമാധാനം ആശംസിക്കുന്നത്. അവന് നമ്മളോട് പരിഭവങ്ങളില്ല. നാം ഏൽപ്പിച്ചു കൊടുത്ത മുറിവുകളെക്കുറിച്ച് അവന് പരാതികളില്ല. ആ സഹനങ്ങളെയെല്ലാം ഉത്ഥാനത്തിന് തിരിശേഷിപ്പുകളാക്കി മാറ്റിയിട്ട് അവൻ നമ്മോട് പറയും, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ മിശിഹ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് തൻ്റെ തിരുമുറിവുകളെ കാണിച്ചു കൊടുക്കുന്നതിനെ നാം കാണുന്നുണ്ട്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തൻ്റെ കൈകളും പാർശ്വവും അവൻ അവരെ കാണിച്ചു. തോമസിനോട് അവൻ പറഞ്ഞു, നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കയ്യിലെ ആണിപ്പഴുതുകൾ നീ കാണുക. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതൻ്റെ തിരിച്ചറിയൽ കാർഡാണ് ഈ മുറിവുകൾ, തിരുമുറിവുകൾ. എപ്പോഴാണ് ഈ മുറിവുകൾ തിരുമുറിവുകളായി മാറുന്നത് എന്ന് സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ സഹനങ്ങളിലേക്ക് അവനെ വലിച്ചു നിർത്തിയ പീലാത്തോസ് അവനോട് അവൻ്റെ ജീവിതത്തിൻ്റെ സാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു മറുപടിയുണ്ട്. അവൻ പറയുന്നു, ഞാൻ ഇതിനു വേണ്ടിയാണ് ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. സഹനങ്ങളെ ഒരു വർണ്ണമാല്യം പോലെ അവൻ സ്വീകരിച്ചു, അതിനെ തേടിച്ചെന്നു. അതുകൊണ്ടാണല്ലോ അവനെ വിചാരണ ചെയ്ത ആ രാത്രിയെക്കുറിച്ച് 2 പാരമ്പര്യങ്ങൾ
രണ്ട് പ്രയോഗങ്ങൾ നമ്മുടെ മുൻപിലുള്ളത്. ഒന്ന്, അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി എന്നാണ്. അത് കൊറിന്തോസുകാരോട് വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. പക്ഷേ സുവിശേഷങ്ങളിൽ അവൻ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഞാനിതാ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അതിനർത്ഥം അവൻ സ്വയം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു രാത്രിയാണ്, തന്നെ തന്നെ വിട്ടുകൊടുത്ത ഒരു രാത്രിയാണ്. ആരും അവനെ പിടിച്ച് വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നതല്ല, മറിച്ച് അവൻ ഒരു സ്വീകരണ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത് പോലെ സന്തോഷപൂർവ്വം അവിടേക്ക് നടന്ന് കയറുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഏത് മനോഭാവത്തോടെയാണ് നാം സ്വീകരിക്കുന്നത്? അതാണ് നാം ഏൽക്കുന്ന മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുന്നത്. ഈശോയെ പോലെ സന്തോഷത്തോടെ ആ സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ, ആ സഹനങ്ങളെ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളായിട്ട് മാറും. ഏതെല്ലാം അസമാധാനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് നീതികളെയും ന്യായങ്ങളെയും നിഷേധിക്കുമ്പോഴും നമ്മളെ പീഡിപ്പിക്കുമ്പോഴും അന്യായമായി നമ്മെ പീഡിപ്പിക്കുമ്പോഴും നമുക്കുള്ള ആശ്വാസം ഇതാണ്: അവനെ പോലെ സഹനങ്ങളെ നാം സ്വീകരിക്കുമ്പോൾ ആ സഹനങ്ങൾ നമ്മെ ഉദ്ധിതരാക്കി മാറ്റും. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ മുറിവുകൾ തിരുമുറിവുകളായി മാറുമെന്ന് എത്രയോ വിശുദ്ധരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാം ക്രിസ്തു എന്ന് പോലും വിളിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു അസീസിയിൽ, ഫ്രാൻസിസ്. ജീവിതത്തിൻ്റെ ഒരു നിർണായക നിമിഷത്തിൽ അയാളുടെ ശരീരത്തിൽ 5 വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ക്രൂശിതൻ്റെ 5 മുറിവുകൾ, പഞ്ചക്ഷതങ്ങൾ. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ദുർഗന്ധപൂരിതങ്ങളായിരുന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ആളുകൾക്ക് അടുത്തു വരാൻ വയ്യാത്തവണ്ണം ആ മുറിവുകളിൽ നിന്ന് രൂക്ഷമായ ഗന്ധങ്ങൾ ഉയർന്നു. ഫ്രാൻസിസ് അവയെ ആവോളം മറച്ചു പിടിച്ചു. പക്ഷേ ഫ്രാൻസിസ് മരണമെന്ന സഹോദരിയുടെ മടിയിലേക്ക് തൻ്റെ തല വയ്ക്കുമ്പോൾ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ആ മുറിവുകൾ പനിനീർപ്പൂക്കളെ പോലെ പരിമളം പരത്തി. ആ പരിമളം കേട്ട് അനേകർ ആശ്രമത്തിലേക്ക് അവൻ്റെ പൂജ്യാവശിഷ്ടങ്ങൾ കാണുവാനായിട്ട് കടന്നു വന്നു. ഇതുപോലൊരു അമ്മയെ നാം കാണുന്നുണ്ട്, റീത്ത പുണ്യവതിയെ. മക്കൾ ഘാതകരായി മാറാതിരിക്കാൻ, പാപികളായി മാറാതിരിക്കാൻ അവർ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരമ്മയാണ്. ആ അമ്മയുടെ തിരുനെറ്റിയിൽ ധ്രുവനക്ഷത്രം പോലെ ഒരു മുറിപ്പാട് പ്രത്യക്ഷപ്പെടുന്നു. അത് ആർക്കും സമീപിക്കാൻ വയ്യാത്തവണ്ണം അസഹ്യമായ രൂക്ഷമായ ഗന്ധം പുറപ്പെടുവിക്കുമ്പോൾ ആ അമ്മ ഒത്തിരിയേറെ സഹിക്കുന്നുണ്ട്. ആ മുറിവ് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി, ഒരു നിത്യ മുറിവായി അതെന്നും അവളുടെ നെറ്റിയിൽ ഒരിക്കലും മറയ്ക്കാനാവാത്ത ഒന്നായി നിലകൊള്ളുന്നുണ്ട്. ഒടുവിൽ ദൈവസന്നിധിയിലേക്ക് റീത്ത യാത്രയാകുമ്പോൾ ആ മുറിവും ഫ്രാൻസിസിൻ്റെ മുറിവ് പോലെ ഒരു പനിനീർ പൂവ് പോലെ തിളങ്ങുന്നു. അതിൽ നിന്ന് ഹൃദയഹാരിയായ സുഗന്ധം പുറപ്പെടുന്നു. അത് അനേകരെ ദൈവസ്മരണയിലേക്ക് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്ഥാനത്തിൻ്റെ പരിമളം നാം ധ്യാനിക്കുന്നവരാണ്, ധ്യാനിക്കേണ്ടവരാണ്. എല്ലാ കല്ലറകളും ദുർഗന്ധം വമിപ്പിക്കുമ്പോൾ അവൻ്റെ കല്ലറ തരുന്നത് സുഗന്ധമാണ്. കൊറിന്തോസുകാരോട് പൗലോസ് പറയുന്നുണ്ടല്ലോ, ശിക്ഷിക്കപ്പെടുന്നവർക്കിടയിലും രക്ഷിക്കപ്പെടുന്നവർക്കിടയിലും ഞങ്ങൾ ദൈവത്തിന് യേശുക്രിസ്തുവിൻ്റെ പരിമളങ്ങളാണ്. ശൂന്യമായ അവൻ്റെ കല്ലറ അവൻ്റെ ഉത്ഥാനത്തിൻ്റെ സാക്ഷിയായതുപോലെ തന്നെ സുഗന്ധം പൊഴിക്കുന്ന ഇടത്തിൻ്റെയും ഒരു കേന്ദ്രമായി മാറുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ സ്വീകരിച്ചവരൊക്കെ പിന്നീട് സുഗന്ധവാഹികളായി മാറിയതുപോലെ അവൻ്റെ കല്ലറയും സുഗന്ധം പൊഴിക്കുന്ന ഒരിടമായി മാറും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങളെ നാം സ്വീകരിക്കുമ്പോൾ നമ്മളും സുഗന്ധവാഹകരായി മാറുകയാണ്, സുഗന്ധത്തിൻ്റെ സ്രോതസ്സുകളായി മാറുകയാണ്. ഈ ഉത്ഥാന തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി സഹിച്ച മുറിവുകളെ, അവൻ ഏറ്റെടുത്ത മുറിവുകളെ ധ്യാനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിവുകൾ ഏൽക്കാനുള്ള ശക്തിക്ക് വേണ്ടി, കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയെ നാം കടന്നു പോകുമ്പോൾ ഏത് രീതിയിൽ മറ്റുള്ളവർ നമ്മളെ സ്മരിക്കണമെന്നാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. സമാധാനം നൽകി കടന്നുപോയ ഒരാൾ, മറ്റുള്ളവർക്ക് വേണ്ടി മുറിവുകൾ ഏറ്റെടുത്ത ഒരാൾ, പരാതികളൊന്നും പറയാതെ ആശീർവാദങ്ങൾ മാത്രം നൽകി കടന്നുപോയ ഒരാൾ. ഇതൊക്കെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ചുരുക്കെഴുത്തുകൾ. പറയാൻ അനേകം പരാതികളുണ്ടായിരിക്കെ സമാധാനമെന്ന് ആശംസിക്കുന്ന ഒരാൾ, ഒരു സഹനത്തെയും സ്വീകരിക്കാതെ അത്ഭുതങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് കടന്നു പോകാൻ ശേഷിയുള്ള ഒരാൾ,
അത്ഭുതങ്ങളെ മാറ്റിവെച്ച് സഹനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനെ, നടന്നു ചെല്ലുന്നതിനെ നാം ധ്യാനിക്കുമ്പോൾ അവൻ്റെ ആ മാതൃകയെ അനുകരിക്കാൻ, സഹനങ്ങളെ സ്വീകരിക്കാൻ, മുറിവുകളെ ഏറ്റെടുക്കാൻ, ആ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.